മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തേക്കാൻ സാധ്യത. ആം ആദ്മി നേതാക്കളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പങ്കുവച്ചത്. കേസിൽ ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന ആശങ്ക നേതാക്കൾ പങ്കിട്ടത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ സൗരഭ് ഭരദ്വാജ്, ജാസ്മിൻ ഷാ, സന്ദീപ് പഥക് എന്നിവരും ഇതേ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാവശ്യപ്പെട്ട കെജ്രിവാളിന് നോട്ടീസ് നൽകിയ ഇഡിയുടെ നടപടിയും നേതാക്കൾ വിമർശിച്ചു. ഇഡിയുടെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ കെജ്രിവാൾ ഒരുക്കമാണ്. 3 തവണ ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ചോദ്യങ്ങൾ എഴുതി നൽകിയിട്ടില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അദ്ദേഹത്തെ തടയുകയാണ് അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇഡിയുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഡൽഹി മദ്യനയ കേസിൽ ചോദ്യം ചെയ്യലിന് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല. ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് അറിയിച്ചത്. 3ാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഇഡിയുടെ നോട്ടീസ് കെജ്രിവാൾ നിരസിക്കുന്നത്. നവംബർ 2, ഡിസംബർ 21, ജനുവരി 3 എന്നീ തീയതികളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസുകൾ. കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ കെജ്രിവാളിനെ CBI ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾക്ക് മദ്യശാലകളുടെ ലൈസൻസ് നൽകാൻ കൈക്കൂലി വാങ്ങിയെന്നതാണ് ഡൽഹി മദ്യനയ അഴിമതി കേസ്. ചില മദ്യവ്യാപാരികൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ ഡൽഹിയിലെ പുതിയ മദ്യനയം രൂപീകരിച്ചുവെന്നാണ് ഇഡി പറയുന്നത്. കേസിൽ നേരത്തെ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായിരുന്നു. മദ്യവിൽപ്പന പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്ന കഴിഞ്ഞ നവംബറിലെ ഡൽഹി എക്സൈസ് നയമാണ് വിവാദത്തിന് ആധാരമായത്. നയം രൂപവൽക്കരിച്ചതിലും നടപ്പാക്കിയതിലും ക്രമക്കേടുകളുണ്ടെന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ലഫ്റ്റനന്റ് ഗവർണർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. മദ്യനയത്തിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിലാണ് CBI കേസെടുത്തിരിക്കുന്നത്. എക്സൈസ് മന്ത്രിയായ സിസോദിയ ഉൾപ്പെടെ 15 പേർക്കെതിരെയാണ് FIR തയ്യാറാക്കിയിരുന്നത്. പിന്നീട് ഇഡിയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വിവാദങ്ങൾക്കിടെ മദ്യനയം സർക്കാർ പിൻവലിച്ചിരുന്നു.